ഹായ് ഓൾ. നമ്മളുടെ സെക്കൻഡ് മോഡ്യൂൾ നമ്മളിനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന നമ്പർ സിസ്റ്റം ആൻഡ് ബൂളിയൻ ആൽജിബ്രയാണ് സെക്കൻഡ് മോഡ്യൂൾ. സോ ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്പർ സിസ്റ്റത്തെ കുറിച്ചാണ്. നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് നമ്പർ സിസ്റ്റം നോക്കാം, അതെങ്ങനെ കൺവേർഷൻ ചെയ്യുന്നതൊക്കെ നോക്കാം കേട്ടോ. ഫസ്റ്റ്, ദ ബൈനറി നമ്പർ സിസ്റ്റം ആൻഡ് ഡിജിറ്റൽ കോഡ്സ് ആർ ഫണ്ടമെൻ്റൽ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ബൈനറി നമ്പർ സിസ്റ്റവും ഡിജിറ്റൽ കോഡും കമ്പ്യൂട്ടറിൻ്റെ ഫണ്ടമെൻ്റൽസ് ആണ്. So this chapter binary number system and its relationship to other systems such as decimal, hexadecimal, octal are introduced. അതായത് നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റവും അതേപോലെ നമ്മുടെ ഡെസിമൽ, ഹെക്സാഡെസിമൽ, ഒക്ടൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. അരിത്മാറ്റിക് ഓപ്പറേഷൻസ് വിത്ത് ബൈനറി നമ്പേഴ്സ് ആർ ഓൾസോ ഡിസ്കസ്ഡ്. അരിത്മാറ്റിക് ഓപ്പറേഷൻസും ബൈനറി നമ്പേഴ്സുമായിട്ടുള്ള ഓപ്പറേഷൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ BCD ഡിസ്കസ് ചെയ്യും. ആൽഫാന്യൂമറിക് കോഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതേപോലെ ബൈനറി ലോജിക് ഗേറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യും. അതേപോലെ ട്രൂത്ത് ടേബിൾ, ബൂളിയൻ ആൽജിബ്ര, ലോസ് ഓഫ് ബൂളിയൻ ആൽജിബ്ര ഒക്കെ നമ്മൾ എന്ത് ചെയ്യും ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യും. സോ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്പർ സിസ്റ്റംസ് ആണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്പർ സിസ്റ്റംസ് ആണുള്ളത്, അതെങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നൊക്കെ നോക്കാം കേട്ടോ. സോ ഫസ്റ്റ്, വെൻ വി ടൈപ്പ് സം ലെറ്റേഴ്സ് ഓർ വേർഡ്സ്, നമ്മൾ ചില വേർഡ്സോ ലെറ്റേഴ്സോ ടൈപ്പ് ചെയ്യുമ്പോൾ ദ കമ്പ്യൂട്ടർ ട്രാൻസ്ലേറ്റ് ദം ഇൻ ടു നമ്പേഴ്സ് ആസ് കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓൺലി നമ്പേഴ്സ്. അതായത് നമ്മൾ എന്തെങ്കിലും വേർഡ്സോ സ്റ്റേറ്റ്മെൻറ്റ്സോ സെൻറ്റൻസൊക്കെ ആയിരിക്കും ടൈപ്പ് ചെയ്യുക, പക്ഷേ കമ്പ്യൂട്ടറിന് ഒരിക്കലും നമ്മളുടെ ലാംഗ്വേജ് മനസ്സിലാവത്തില്ല. കമ്പ്യൂട്ടറിന് ആകെ ബൈനറി നമ്പർ സിസ്റ്റം മനസ്സിലാവുള്ളൂ. സോ എന്ത് ചെയ്യും, കമ്പ്യൂട്ടർ അതിന് മനസ്സിലാകുന്ന രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യും, എന്നിട്ടാണ് അത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. A computer can understand the positional number system where there are only few symbols called digits, and these symbols represent different values depending on the position they occupy in the number. സോ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് പൊസിഷണൽ നമ്പർ സിസ്റ്റമാണ്. അതായത് കുറച്ച് നമ്പേഴ്സ് ഉണ്ടായിരിക്കും, അതിന് സിമ്പിൾസും ഉണ്ടായിരിക്കും, അതിൻ്റെ പേരാണ് ഡിജിറ്റ്സ്. ഇത് വെച്ചിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ പോവാണ്. അതായത് ഓരോ നമ്പറിൻ്റെയും പൊസിഷൻസ് എവിടേക്കാണ് ഓക്യുപ്പൈ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും ഏതൊക്കെയാണ് നമ്പർ എന്നൊക്കെ ഐഡൻറ്റിഫൈ. അതായത് 1010 ആണെങ്കിൽ പോലും അത് ബേസ് എന്താണ്, 10 ആണോ 8 ആണോ അതിനനുസരിച്ചായിരിക്കും ഏത് നമ്പറാണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നത്. ദെൻ ദ വാല്യൂ ഓഫ് ഈച്ച് ഡിജിറ്റ് ഇൻ എ നമ്പർ ക്യാൻ ബി ഡിറ്റർമൈൻ യൂസിങ്. എങ്ങനെയൊക്കെയാണ് നമ്മളൊരു നമ്പറിലുള്ള ഡിജിറ്റ്, ഓരോ ഡിജിറ്റിനെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാൻ പോകുന്നത് നോക്കാം. ഒന്ന് ആ ഡിജിറ്റ് വെച്ചിട്ട് തന്നെയാണ്. ദെൻ പൊസിഷൻ ഓഫ് ദ ഡിജിറ്റ് ഇൻ ദ നമ്പർ, അതിനകത്ത് ആ ഡിജിറ്റിൻ്റെ പൊസിഷൻ എവിടെയാണോ നോക്കും. എന്നിട്ട് ബേസ് ഓഫ് ദ നമ്പർ സിസ്റ്റം, പിന്നെ അതിൻ്റെ ബേസ് എന്താണെന്ന് നോക്കും. അതായത് ഡെസിമലാണോ ഒക്ടലാണോ ഹെക്സാഡെസിമലാണോ എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അതിന് നമുക്ക് എന്ത് ചെയ്യാം, 10 കൺവേർഷൻ ചെയ്യാം, ബൈനറി നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റമാണ്. ഇത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് നമ്പർ സിസ്റ്റമാണ് നമ്മളുടെ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ദ നമ്പർ സിസ്റ്റം ദാറ്റ് വി യൂസ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ് ഈസ് ദ ഡെസിമൽ നമ്പർ സിസ്റ്റം. ഇൻ ഡെസിമൽ സിസ്റ്റം ദ ബേസ് ഈസ് 10 ബിക്കോസ് ദ യൂസ് ഓഫ് 10 നമ്പേഴ്സ് 0, 1, 2, 3, 4, 5, 6, 7, 8, 9. അതായത് 0 to 9 വരെയുള്ള നമ്പേഴ്സാണ് നമ്മളുടെ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. അതിൻ്റെ ബേസ് എന്താണ്, 10 ആണ്. ഇൻ ഡെസിമൽ നമ്പർ സിസ്റ്റം ദ സക്സസീവ് പോർഷൻ ഓഫ് ദ ലെഫ്റ്റ് ഓഫ് ദി ഡെസിമൽ പോയിന്റ് റെപ്രസെൻറ്റ് യൂണിറ്റ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ് ആൻഡ് സോ ഓൺ. അതായത് നമ്മൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ ഫസ്റ്റ് യൂണിറ്റ് ആയിരിക്കും, പിന്നെ 10 ആണ്, പിന്നെ 100 ആണ്, പിന്നെ തൗസൻഡ്സ് ആണ്. അങ്ങനെയാണ് അതിൻ്റെ പൊസിഷനിങ്. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ള ഒരു ഐഡിയ ആണത്, എങ്കിലും നമ്മളിവിടെ ഒന്ന് പറയുന്നുണ്ട്. ഈച്ച് പൊസിഷൻ റെപ്രസെൻറ്റ് എ സ്പെസിഫിക് പവർ ഓഫ് ദി ബേസ് 10. അതായത് ഇത് ഓരോന്നും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബേസ് 10ൻ്റെ പൊസിഷനിങ് ആണ്, അതായത് പവറാണ്. ഫോർ എക്സാമ്പിൾ ദ ഡെസിമൽ നമ്പർ 1, 2, 3, 4 അതായത് 1234 കൺസിസ്റ്റ് ഓഫ് ഡിജിറ്റ് 4 ഇൻ ദ യൂണിറ്റ് പൊസിഷൻ. അതിനകത്ത് 4 ആണ് യൂണിറ്റ് പൊസിഷനിലുള്ളത്, 3 ടെൻസിൻ്റെ പൊസിഷനിലാണ്, 2 എന്ന് പറയുന്നത് 100ൻ്റെ പൊസിഷനിലാണ്, ആൻഡ് 1 in the 1000 പൊസിഷൻ, 1 1000ൻ്റെ പൊസിഷനിലാണുള്ളത്. സോ ഇറ്റ്സ് വാല്യൂ ക്യാൻ ബി റിട്ടൺ ആസ് 1, 2, 3, 4 ലൈക്ക് എങ്ങനെയാണ് എഴുതുക, 1000 + 200 + 30 + 4 അങ്ങനെയും നമുക്ക് എന്താ ഇതിനെ എഴുതാവുന്നതാണ്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകളാട്ടോ, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ഇങ്ങനെ കഴിയുമ്പോൾ കൂടാത്തത്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ അനുസരിച്ച് വേണമെങ്കിൽ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള ഈ കൺസെപ്റ്റിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 1 × 1000 + 2 × 100 + 3 × 10 + 4 × 1 അങ്ങനെയും വേണമെങ്കിൽ എഴുതാം. അതല്ലെങ്കിൽ 1 × 10³ + 2 × 10² + 3 × 10⁻1 + 4 × 10⁻0 അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം, നമ്മളുടെ ഡെസിമൽ നമ്പറിനെ എഴുതാവുന്നതാണ്.
അപ്പോൾ അതാണ് ഡെസിമൽ നമ്പറിനെ കുറിച്ച് പറയുന്നത്. ഒരു ബേസിക്കായിട്ട് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബൈനറി നമ്പർ സിസ്റ്റം. ഇതാണ് നമ്മൾ കമ്പ്യൂട്ടർക്ക് മനസ്സിലാവുമെന്ന് പറയുന്നിട്ടുള്ള നമ്പർ സിസ്റ്റം. ബൈനറിയാണ്, ജസ്റ്റ് സീറോസും വൺസും ആണ് ബൈനറിയിലുള്ളത്. ഈ ബൈനറി നമ്പർ സിസ്റ്റം ഈസ് എ കോഡ് ദാറ്റ് യൂസ് ഓൺലി 2 ബേസിക് സിമ്പിൾസ്. ഇതിനകത്ത് നമ്മൾ ബേസിക്കായിട്ട് 2 സിമ്പിൾസാണ് യൂസ് ചെയ്യുന്നത്. ദ ഡിജിറ്റ് ക്യാൻ ബി എനി 2 ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ക്യാരക്ടേഴ്സ് ബട്ട് ഇറ്റ് ഷുഡ് ബി 0 or 1. അതായത് അതിനകത്തുള്ള ഡിജിറ്റ് എന്തായാലും അത് 0യോ 1ഓ ആയിരിക്കും. അതായത് ഇപ്പോൾ വലിയ നമ്പർ കുറേ വാല്യൂസ് ഉണ്ടെങ്കിൽ അതും സീറോസും വൺസും ആണ്, ഒറ്റ വാല്യൂ ഉണ്ടെങ്കിൽ അതും. അതായത് 0ൻ്റെയും 1ൻ്റെയും കോമ്പിനേഷൻസ് മാത്രമേ ഇതിനകത്ത് അലൗഡ് ആയിട്ടുള്ളൂ, ബൈനറിയിലകത്ത് അലൗഡ് ആയിട്ടുള്ളൂ. അല്ലാതെ വേറൊരു നമ്പറിനും അവിടെ വാലിഡിറ്റി ഇല്ല. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ബേസ് 2 നമ്പർ സിസ്റ്റം. ഇതിന് നമുക്ക് എന്ത് പറയാം, ബേസ് 2 നമ്പർ സിസ്റ്റം എന്ന് പറയാം. അതേപോലെ ഈ നമ്പർ സിസ്റ്റത്തിന് എന്ത് പറയാം, ഈച്ച് പൊസിഷൻ റെപ്രസെൻറ്റ് എ പവർ ഓഫ് ദ ബേസ് 2. ഇതിനകത്ത് എന്താണ് പവർ ഓഫ് ബേസ് 2 ആണ് വരുന്നത്. മറ്റേ ഡെസിമലിൻ്റെ കേസിൽ വന്നപ്പോൾ പവർ ഓഫ് 10 ആണ് വന്നിരുന്നത് കേട്ടോ. ഇനി എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് നോക്കാം, ബൈനറി ടു ഡെസിമൽ. അപ്പോൾ ബൈനറി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അറിയാം, സീറോസ് ആൻഡ് വൺസ് ആണ് ബൈനറി. ഡെസിമൽ എന്ന് പറഞ്ഞാൽ 0 to 9 ഉള്ള നമ്മുടെ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പറാണ് ഡെസിമൽ. സോ ബൈനറി നമ്പർ 10101 എന്നുള്ളതിനെയാണ് നമ്മളിനി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു, 10101 ഈ ടേബിളിലേക്ക് നോക്കിയോളൂ കേട്ടോ. 10101 പിടിച്ചിട്ട് എന്ത് ചെയ്തു, നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ വെച്ച് ചെയ്തു. അതായത് 1 × 2⁴ പ്ലസ് 0 × 2⁵ പ്ലസ് 1 × 2⁵ പ്ലസ് 0 × 2⁵ പ്ലസ് 1 × 2⁵. അപ്പോൾ നമ്മൾ ഇതിന് ബേസ് 10 എന്നുള്ള ലെവലിലേക്ക് ആക്കുകയാണ്. അതായത് എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഡെസിമലിലേക്ക് ആക്കി മാറ്റാൻ പോവാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. ഇത് ക്ലിയർ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എന്നോട് പറയാം കേട്ടോ, ക്ലിയർ ഇല്ല മിസ്സേ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ വേറെ ഫോട്ടോ എടുത്തിട്ട് സെൻഡ് ചെയ്ത് തരണ്ട് കേട്ടോ. ക്ലിയർ ഇല്ലേ പറയണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണ്, 1 × 2⁴ എന്ന് പറഞ്ഞാൽ എന്താണ് 16. 0 × 2⁵ എന്തായാലും അത് × 0 ആയതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് 0 ആയിരിക്കും. പിന്നെ 1 × 2⁵2 എന്ന് പറയുമ്പോൾ 4 ആണ്. ദെൻ 0 × 2⁵1 എന്ന് പറഞ്ഞാൽ 0 ആണ്. 1 × 2⁵0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ അതിന് ഫൈനൽ റിസൾട്ട് എന്താ കിട്ടുന്നത്, 21. 21ൻ്റെ ബൈനറി നമ്പറാണ് ഇത്. ബൈനറി നമ്പറിൻ്റെ ഡെസിമൽ നമ്പറാണ് 21. ഇനി വേറെ ചില എക്സാമ്പിൾസുകൾ കൊടുത്തിട്ടുണ്ട്. 10111 എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ചെയ്യുമ്പോൾ താഴെ 1 × 2⁴ പ്ലസ് 0 × 2⁵ പ്ലസ് 1 × 2⁵2 പ്ലസ് 1 × 2⁵1 പ്ലസ് 1 × 2⁵0. ഇവിടെ ബി എന്ന് കൊടുത്തിട്ടുള്ളത് ബൈനറി എന്നുള്ള മീനിലാട്ടോ. സോ അതിൻ്റെ റിസൾട്ട് കിട്ടിയുള്ള 23 ആണ്. ദെൻ 100011ൻ്റെ റിസൾട്ട് എന്താണ് 35. നിങ്ങൾക്ക് ഇങ്ങനെ സാമ്പിളായിട്ട് എഴുതി നോക്കാം കേട്ടോ. അതായത് × 2⁵ പവർ വെച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഡെസിമലിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഐഡിയ എന്താ ഇപ്പോഴേ മനസ്സിലാക്കി പൊക്കോളൂ. കാരണം കൺവേർഷനോ ചിലപ്പോൾ 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദിച്ചാൽ ചിലപ്പോൾ എസ്സേ പോലെ ചോദിക്കും. അപ്പോൾ തിയറി ആയിരിക്കും കൂടുതൽ ചോദിക്കുക. അപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ എക്സാമ്പിൾസ് ആഡ് ചെയ്തിട്ട് എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഫ്രാക്ഷൻ്റെ കേസ് വരുമ്പോൾ എങ്ങനെയാണ്, അതായത് നമ്മൾ പോയിൻ്റ് ഇട്ടിട്ട് പറയുമല്ലോ ഫ്രാക്ഷൻസ്, അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരുന്നതെന്ന് പറയാൻ പോകുന്നത്. ഫോർ ഫ്രാക്ഷൻ്റെ കേസ് എടുത്ത് നോക്കുമ്പോൾ എങ്ങനെ വരുന്ന നോക്കാം. ഫോർ ഫ്രാക്ഷൻസ് ദ വെയ്റ്റ്സ് ഓഫ് ദ ഡിജിറ്റ് പൊസിഷൻസ് ആർ റിട്ടേൺ ഫ്രം റൈറ്റ് ഓഫ് ദ ബൈനറി പോയിന്റ് ആൻഡ് വെയ്റ്റ് ആർ ഗിവൺ ആസ് ഫോളോസ്. അതായത് നമ്മൾ റൈറ്റിക്ക് എടുക്കും. അതായത് നമ്മൾ ഇട്ട ഡോട്ട് ഉണ്ടല്ലോ പോയിന്റ്, അതിൻ്റെ അവിടുന്ന് റൈറ്റിക്ക് ഇട്ടിട്ട് 2⁻⁻1 2⁻², 2⁻3 2⁻4 അങ്ങനെയാണ് നമ്മൾ പൊസിഷനിങ് കൊടുക്കുക. അപ്പോൾ അതായത് എങ്ങനെ വരിക, 0 × 2⁻1 പ്ലസ് 1 × ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ, ഫസ്റ്റ് എക്സാമ്പിൾ, അതിനകത്തൊക്കെ പറയുമ്പോൾ 0 × 2⁻1 അതായത് 0.5 പ്ലസ് 1 × 2⁻2 പ്ലസ് 1 × 2⁻3. അപ്പോൾ അതിനൊക്കെ അസോസിയേറ്റ് ചെയ്യുന്ന പോയിൻ്റ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ, 1.125 അങ്ങനെയൊക്കെ കൊടുത്തിട്ടുള്ളത്. × 0 × 2⁻4 അങ്ങനെയും കൊടുക്കാം, ഇങ്ങനെയും കൊടുക്കാം കേട്ടോ. ഇങ്ങനെ കൊടുക്കാനായിരിക്കും ഒന്നുകൂടി ഈസി, കാരണം പിന്നെ നിങ്ങളൊക്കെ കാൽക്കുലേഷൻ പ്രോബ്ലംസ് ഒന്നും വരില്ലല്ലോ. സോ അങ്ങനെ കിട്ടും. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, 1 × 2⁻2³ പ്ലസ് 0 × 2⁻2 അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കുമ്പോൾ എന്തായി, വേറെ നമ്പറിൻ്റെ കേസാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ റിസൾട്ട് എത്രയാണ്, ഫൈനൽ റിസൾട്ട് എത്ര കിട്ടും നോക്കാം. 11.625 ആണ് അതിൻ്റെ റിസൾട്ട്. അതായത് ഇവിടെ സംഭവിച്ചിട്ടുള്ള എന്താ വെച്ചാൽ പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ സെക്കൻഡ് 2 നമ്പർ ഇട്ടിട്ടുണ്ടല്ലോ, പിന്നെ ഇവിടെ കൊടുക്കേണ്ട വാല്യൂ കൊടുത്തിട്ടില്ല, ബൈ മിസ്റ്റേക്ക് സംഭവിച്ചതാണ്. അപ്പോൾ നമുക്കിത് വെച്ചൊന്ന് സപ്പോസ് ചെയ്യാം. എന്തായിരിക്കും നമ്പർ, 1011.101 ഈ നമ്പറാണ് എങ്കിൽ എങ്ങനെ വരാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്താണ് 1 × 2⁻3 പ്ലസ് 1 × 2⁻2
plus 1 into 2 raised to 1 plus 1 into 2 raised to 0 plus 1 into 2 raised to minus 1 plus 0 into 2 raised to minus 2 plus 1 into 2 raised to minus 3 അങ്ങനെ നമുക്ക് കൊടുക്കാം. ഫൈനൽ റിസൾട്ട് എന്തായി 11.625. അതായത് കൺസെപ്റ്റുകൾ ഏറ്റവും ബേസിക് ലെവലിലുള്ള സിമ്പിൾ കൺസെപ്റ്റാണ്. പക്ഷെ ഇതിങ്ങനെ മാത്തമാറ്റിക്കലി കൊടുക്കുമ്പോൾ ചിലർക്ക് കൺഫ്യൂസഡ് ആയി പോവാം. അങ്ങനെയുള്ളവർ എന്നെ ഒന്ന് ഇൻഫോം ചെയ്യാം കേട്ടോ. ദെൻ ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ. ഇനി ഡെസിമൽ ടു ബൈനറിയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് എന്താണ്? ബൈനറി ടു ഡെസിമൽ പറഞ്ഞു. ഇനി ഡെസിമൽ ടു ബൈനറി കൺവേർഷനാണ് പറയാൻ പോകുന്നത്. In this method, the decimal number is divided by 2 progressively and the remainders written after each division. Then the remainder are taken in the reverse order to form a binary number. നമ്മളിവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മളുടെ കയ്യിലൊരു ഡെസിമൽ നമ്പർ ഉണ്ടാവും. അതിന് രണ്ടുകൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് കിട്ടുന്ന റിമൈൻഡേഴ്സിനൊക്കെ നമ്മൾ റൈറ്റ് സൈഡിൽ ഇങ്ങനെ എഴുതും. എന്നിട്ട് അതിനെ റിവേഴ്സ് ഓർഡറിൽ എഴുതിയെടുക്കുമ്പോൾ അതൊരു ബൈനറി നമ്പറായിട്ട് മാറും. നോക്കാം. ഇപ്പോൾ ഇതവിടെ ഒരു എക്സാമ്പിൾ 139 ആണ് നമ്മളുടെ ഡെസിമൽ നമ്പർ. സോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അതിന് നമ്മൾ എന്ത് ചെയ്യാണ്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ അതിൻ്റെ ഒരു LST, അതായത് അതിൻ്റെ റിമൈൻഡർ 1 കിട്ടി. നെക്സ്റ്റ് 2 കൊണ്ട് ചെയ്തപ്പോൾ വീണ്ടും 1 കിട്ടി. പിന്നെ 34ന് 2 കൊണ്ട് ചെയ്തപ്പോൾ 0. ഇതൊക്കെ ഡിവിഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് 2 കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഓഡ് നമ്പർ ആകുമ്പോൾ അതിനൊക്കെ റിമൈൻഡർ 1 കിട്ടും കേട്ടോ. ഇവിടെ 8 ആണെങ്കിൽ അതിന് 0 കിട്ടും, 4 ആണെങ്കിൽ 0 കിട്ടും, 2 ആണെങ്കിൽ 0 കിട്ടും, ഇവിടെ താഴെ 1 കിട്ടും. അപ്പോൾ നമ്മളിവിടെ റിമൈൻഡേഴ്സ് കുറേ കിട്ടിയല്ലോ. ഇതിനിവിടെ LST എന്നും ഇവിടെ താഴെയുള്ളതിനെ MST ആക്കും. മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ലീസ്റ്റും കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? റിവേഴ്സ് ഓർഡറിൽ നമ്മൾ ഇതിന് എഴുതുക. അതായത് 139നെ നമ്മളെങ്ങനെ എഴുതുക? 1, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതുക 1 1 0 1 0 0 0 1, അതായത് ഇങ്ങനെ 1 0 0 0 1 0 1 1. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് റിവേഴ്സിൽ എഴുതുക. അതായത് ഇവിടെ LSTൻ്റെ അവിടെ ഉള്ളതിനെ ഫസ്റ്റ് എഴുതുക, പിന്നെ താഴെ ഏറ്റവും താഴെയുള്ളതിനെ ഇവിടെ ഫസ്റ്റ് ആക്കിയിട്ട് എഴുതുക, MST ആക്കിയിട്ട് എഴുതുക. അപ്പോൾ എന്തായി? ഡെസിമൽ ടു ബൈനറി ആയി. അപ്പോൾ കുറച്ചുകൂടെ സിമ്പിളാണ് എന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നുന്നുണ്ടാവും. എന്താണ്? ഡെസിമൽ ടു ബൈനറി ഒന്നുകൂടെ സിമ്പിളാണ്. മറ്റേനേക്കാൾ സിമ്പിൾ ഇതല്ലേ? കാരണം ജസ്റ്റ് 2 കൊണ്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ റിമൈൻഡർ റൈറ്റ് സൈഡിൽ എഴുതുക, എന്നിട്ട് അതിൻ്റെ റിവേഴ്സ് ഓർഡറിൽ എഴുതി വെച്ച എന്തായി? ബൈനറി ആയിട്ട് മാറി. സിമ്പിളാണ്. ഇനി അതിൻ്റെ ഫ്രാക്ഷൻസ് വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ദ ഫ്രാക്ഷൻ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 2 ആൻഡ് ക്യാരി ദ ഇൻറ്റീജർ പൊസിഷൻ ഈസ് റിട്ടേൺ ആഫ്റ്റർ ഈച്ച് മൾട്ടിപ്ലിക്കേഷൻ. ഓരോ മൾട്ടിപ്ലിക്കേഷനും ചെയ്തതിന് ശേഷം കിട്ടുന്ന ആ ഇൻറ്റീജർ പൊസിഷനെ പിടിച്ചിട്ട് എന്താക്കി? ക്യാരി ആക്കി കൺസിഡർ ചെയ്യും. ദെൻ ദേ ആർ റിട്ടേൺ ഇൻ ദ ഫോർവേഡ് ഓർഡർ ടു ഗെറ്റ് ദ കറസ്പോണ്ടിങ് ബൈനറി ഈക്വലൻ. ഇതിനകത്ത് ഫ്രാക്ഷൻസ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ 2 ഇൻറ്റു എന്ന് പറഞ്ഞുള്ള ഫ്രാക്ഷൻ നമ്പറിനെ കൊടുക്കും. എന്നിട്ട് എന്താണ് ഇവിടെ ഇൻറ്റീജറിന് പകരം കിട്ടുന്നത്? ഇവിടെ 0 കിട്ടുന്നത്. അപ്പോൾ ആ 0നെ പുറത്ത് കൊടുക്കും. നെക്സ്റ്റ് 2 ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഈ വാല്യൂവിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ്? 1.750. അപ്പോൾ ഈ 1നെ പിടിച്ച് ഇവിടെ കൊടുക്കും. നെക്സ്റ്റ് 2.750. ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ഇവിടെ 1.750 അല്ലേ റിസൾട്ട് കിട്ടിയത്. എന്നിട്ട് നമ്മൾ ഈ 1നെ പിടിച്ച് ഇവിടെ കൊടുത്തു. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഈ 1 ഇവിടെ കൊടുക്കില്ല. കാരണം എന്താണ്? അവിടെ ക്യാരി ആക്കി വെച്ചു. ബാക്കിയുള്ള 0.750നെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1.5 കിട്ടി. അപ്പോൾ എന്ത് ചെയ്തു? ആ 1നെ പിടിച്ച് ക്യാരി ആക്കി ഇവിടെ വെച്ചു. ഇനി 0.5നെ മാത്രം കേട്ടോ അവിടെ മൾട്ടിപ്ലൈ ശ്രദ്ധിക്കണേ. അപ്പോൾ 1.0 കിട്ടി. അപ്പോൾ റിസൾട്ട് 1 കിട്ടി. അപ്പോൾ എന്താണ് റിസൾട്ട്? 1110.0 കണ്ടോ? അതായത് നമ്മൾ ഇതിനെ റൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് എഴുതുകയാണ് 1110. അപ്പോൾ 0.4375ൻ്റെ റിസൾട്ട് എന്താണ്? 0.0111, അതായത് 0111. ഓക്കെ, അങ്ങനെയാണ് ഫ്രാക്ഷൻസ്. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റുകളാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് റീഡ് ചെയ്താൽ തന്നെ മനസ്സിലാക്കുക കേട്ടോ. പക്ഷേ പറഞ്ഞല്ലോ, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ഞാൻ പറഞ്ഞ് ക്ഷീണിച്ചു സത്യം പറഞ്ഞാൽ. ഇങ്ങനെ ഓരോ ലൈൻ ബൈ ലൈനായിട്ട് ഇങ്ങനെ പറയുമ്പോൾ ക്ഷീണണം. എവിടെത്തി? നെക്സ്റ്റ് ഇനി ഒക്ടൽ നമ്പർ സിസ്റ്റമാണ്. ഒക്ടൽ നമ്പർ സിസ്റ്റം ഹാസ് ബേസ് ഓഫ് 8. It has 8 basic symbols. First 8 decimals are 0, 1, 2, 3, 4, 5, 6, 7 are used in the system. Each portion in the octal number represent a power of the base 8. ഓരോന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ബേസ് 8 ആണ്. നേരത്തെ പറഞ്ഞു കൊടുത്ത് ഒന്ന് ഡെസിമൽ ആകുമ്പോൾ ബേസ് 10 ആയിരുന്നു, ബൈനറി ആകുമ്പോൾ ബേസ് 2 ആണ്. അപ്പോൾ ഒന്ന് കമ്പയർ ചെയ്ത് ഇങ്ങനെ മനസ്സിലാക്കി പോയാൽ മതി. ഇനി ഒക്ടൽ ടു ഡെസിമൽ കൺവേർഷൻ ആണ്. എങ്ങനെയാണ് ഒക്ടൽ നമ്പറിനെ ഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുക? ഇൻ ദ ഒക്ടൽ നമ്പർ സിസ്റ്റം ഈച്ച് ഡിജിറ്റ് കറസ്പോണ്ട് ടു ദ പവർ ഓഫ് 8. ദ വെയ്റ്റ് ഓഫ് ഡിജിറ്റ് പൊസിഷൻ ഇൻ ഒക്ടൽ നമ്പർ ഈസ് ആസ് ഫോളോസ്. എങ്ങനെയൊക്കെയാണ് അതിൻ്റെ വെയിറ്റേജ് കൊടുക്കുന്നത് നോക്കാം. 8⁴, 8�3, 8⁻², 8⁻1, 8⁻0. ദെൻ പോയിൻറ്റിന് ശേഷം 8⁻1, 8⁻², 8⁻2, 8⁻3. അങ്ങനെയാണ് പോകുന്നത്.
To convert from octal to decimal, multiply each octal digit by its weight and add the resulting products. അതായത് ഇപ്പോൾ 48 എന്ന് പറഞ്ഞുള്ള ഒരു ഒക്ടൽ നമ്പറിന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഡെസിമൽ ആക്കാൻ പോകുമ്പോൾ എന്ത് ചെയ്യണം 4 × 8⁻1 + 7 × 8⁻0. സോറി, ഇവിടെ 7 അല്ല കേട്ടോ, ചെറിയ മിസ്റ്റേക്ക് വന്നാൽ ഇവിടെ 8 ആണ്, കാരണം 48 അല്ലേ. സോ 8 × 8⁻0 ആണ് വരേണ്ടത്. അതങ്ങനെ അവർക്ക് എന്തോ മിസ്റ്റേക്ക് പറ്റിയാണ്, എന്തോ അവർ ചെയ്ത് കൊടുത്തുള്ള മിസ്റ്റേക്കാണ്. ആക്ച്വലി വരേണ്ടത് 8 ആണ് കേട്ടോ. സോ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ 4നെ പിടിക്കുക, അതിന് × 8⁻1 കൊടുക്കുക, +7 അവർ 8 കൊടുക്കുക, എന്നിട്ട് 8⁻0 കൊടുക്കുക. അതായത് നമ്മൾ ഈ പറഞ്ഞ ഇതേ വെയിറ്റിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റൈറ്റ് സൈഡിൽ നിന്ന് നോക്കുക, ഫസ്റ്റത്തെ വാല്യൂനെ പിടിച്ച് 8⁻0 ആക്കുക, അതിൻ്റെ അപ്പുറത്തെ വാല്യൂ 8⁻1 ആണ്, പിന്നെയും വാല്യൂ ഉണ്ടെങ്കിൽ 8⁻2, പിന്നെയും വാല്യൂ ഉണ്ടെങ്കിൽ 8⁻3. അങ്ങനെ മനസ്സിലാക്കി പോയാൽ കൺഫ്യൂഷൻ വരില്ല. ബൈ ഹാർട്ട് ചെയ്യരുത്. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, ബൈ ഹാർട്ട് ഒരിക്കലും ചെയ്യരുത്. കാരണം അത് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകളും ലോജിക്കുകളാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കി തന്നെ പോവാം കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ ക്ലിയർ ചെയ്ത് തരും. നിങ്ങൾ ചോദിച്ചാൽ മതി, മെസ്സേജ് ചെയ്തിട്ടാൽ മതി കേട്ടോ. ദെൻ 22.34നെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഡെസിമലാക്കാൻ പോവാണ്. സോ എന്ത് ചെയ്തു 22.34. അപ്പോൾ 2⁸ 8⁻1 + 2 × 8⁻0 + 3 × 8⁻−1 + 4 × 8⁻². അതായത് ഇത് രണ്ടും എന്താണ്, പോയിൻറ്റിന് ശേഷമുള്ളതാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. സോ ജസ്റ്റ് 16 ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നത് റിസൾട്ട് എന്താണോ അത് 18.4375 ആണ്. അതാണ് അതിൻ്റെ ഡെസിമൽ നമ്പർ. ഇത്രയാണ് ഒക്ടൽ നമ്പർ സിസ്റ്റമുള്ള. ഇനിയും ഒരുപാട് ടൈപ്പ് ഓഫ് കൺവേർഷൻസ് നമ്മൾ പറയുന്നുണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ റീഡ് ചെയ്തിട്ടുള്ളതുണ്ട്. സോ എനിവേ ഞാൻ ഒന്നുകൂടെ ഇന്ന് പറഞ്ഞതൊക്കെ ഒന്ന് പറയാം. ഫസ്റ്റ് നമ്മൾ നമ്പർ സിസ്റ്റമാണ് പറഞ്ഞത്. നമ്മൾ പല രീതിയിലുള്ള നമ്പർ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കമ്പ്യൂട്ടർ ബൈനറി നമ്പർ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഡെസിമൽ നമ്പർ സിസ്റ്റം പറഞ്ഞു. അതായത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ 0 to 9 വരെയുള്ള നമ്പർ സിസ്റ്റമാണത്. പിന്നെ ബൈനറി നമ്പർ സിസ്റ്റം പറഞ്ഞു, അത് ജസ്റ്റ് 0s ഉം 1s ഉം ആണ്. പിന്നെ കൺവേർഷൻ പറഞ്ഞു, ബൈനറിയിൽ നിന്ന് ഡെസിമൽക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം. അത് 2ൻ്റെ പവർ വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഫ്രാക്ഷൻസ് വരുമ്പോൾ എങ്ങനെയാണ് 2⁻−1 എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. പിന്നെ ഡെസിമൽ ടു ബൈനറി കൺവേർട്ട് ചെയ്തു. അതെങ്ങനെയാണ്, അത് ഡിവിഷൻ ചെയ്തിട്ടാണ് കൺവേർഷൻ ചെയ്തത്, അതാണിത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഒക്ടൽ നമ്പർ സിസ്റ്റം പറഞ്ഞു, പിന്നെ ഒക്ടൽ ടു ഡെസിമൽ കൺവേർഷനും പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ കൺസെപ്റ്റുകളാണ്. സോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോവുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം, സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറയണം. പിന്നെ ഈ നോട്ട്സ് ഞാൻ ഇട്ടിട്ടുള്ളത് ഞാൻ പറഞ്ഞിരുന്ന ഒരു ഫോട്ടോ ഞാൻ സെൻഡ് ചെയ്തിരുന്നില്ല, ഒരു ബുക്ക്, അതിൻ്റെ ഫോട്ടോ ആണ്. അല്ല, ഇതിനകത്തുള്ള നോട്ട്സ് വെച്ചിട്ടാണ്. കാരണം അതിൽ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മറ്റേ നമ്മൾ കുറേ വൈഡായി പോകും, കറക്റ്റ് സിലബസ് ഓറിയൻറ്റഡായിട്ട് പോകാൻ ഈ ബുക്ക് നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മളിത് ഫോളോ ചെയ്യുന്നത്. നല്ല ബുക്കാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെറിയ പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ഒക്കെ ഉള്ളത് ഒരുവിധം ബുക്കുകളൊക്കെ, ഇത്തരം ബുക്കുകളൊക്കെ വരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അത് നമുക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും അങ്ങനെ മിസ്റ്റേക്ക് വന്നതാണ്. അല്ലാതെ കൺസെപ്റ്റുകളൊക്കെ സിമ്പിളായിട്ടാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളത്. സോ ഇന്നെടുത്ത ക്ലാസ് എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക. പിന്നെ നോട്ട്സിൻ്റെ കേസ് വേണ്ടവർ എഴുതിയെടുക്കുക, അല്ലാത്തവർ എന്ത് ചെയ്യുക, പ്രിൻ്റ് എടുക്കുക. അല്ലെങ്കിൽ ബുക്ക് വാങ്ങണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ബുക്കിന് ഇപ്പോൾ എത്ര ഞാൻ പറഞ്ഞിരുന്നു, അന്ന് 150 റുപ്പീസാണ്. അല്ലെങ്കിൽ പിന്നെ ആരുടെയും കയ്യിൽ നിന്ന് ബുക്ക് കിട്ടുകയാണെങ്കിൽ അങ്ങനെ നോക്കാം. എനിവേ എന്ത് ചെയ്യുക, അപ്പോൾ അങ്ങനെ നോട്ട്സൊക്കെ ക്ലിയർ ചെയ്യുക. അതായത് പ്രിൻ്റ് എടുക്കുക അല്ലെങ്കിൽ നോട്ട്സ് എഴുതിയെടുക്കുക, എന്തെങ്കിലും ഒന്ന് ചെയ്യുക കേട്ടോ. പിന്നെ കൺസെപ്റ്റുകൾ ക്ലിയർ ഇല്ലെങ്കിൽ അപ് ടു ഡേറ്റ് ആയിട്ട് എന്നെ ഒന്ന് ഇൻഫോം ചെയ്യുക. അതായത് നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ മെസ്സേജ് ചെയ്തിട്ടുള്ളൂ. മറ്റേ ഇനിയിപ്പോൾ നിങ്ങൾ സീനിയേഴ്സിൽ പലർക്കും പറ്റിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ അപ്പോഴൊന്നും അവർ മെയിൻ ചെയ്യില്ല. പിന്നെ മെയിൻ എക്സാമിൻ്റെ തലേന്ന് വിളിച്ചിട്ട് കുറേ അത് ഡൗട്ട്, ഇത് ഡൗട്ട്, അങ്ങോട്ട് ഡൗട്ട്, ഒരുപാട് ഡൗട്ട് ചോദിക്കുമ്പോൾ നമ്മളപ്പോൾ വേറെ ഏതെങ്കിലും സം എടുത്തുകൊണ്ടിരിക്കും. ആ ടൈമിലാണ് അങ്ങനെ ചോദിക്കുക. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യരുത്. നിങ്ങളത് എപ്പോഴേ കവർ ചെയ്ത് പോയിക്കോളൂ. ഈസി ആയിട്ട് കൂളായിട്ട് മാനേജ് ചെയ്ത് പോയിക്കോളൂ കേട്ടോ. So okay, thank you so much.